Happy birthday to you. Happy birthday to you. Happy birthday to you. May God bless you, dear. ചിന്നൂന് 10 വയസ്സായി. സമയം പോകുന്നത് അറിയുന്നേ ഇല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കല്യാണപ്രായാവും. ആവട്ടടി, പിള്ളേര് വലുതായ പിന്നെ കല്യാണം കഴിച്ചു വിടണ്ടേ? അത് സ്വാഭാവികല്ലേ. അതല്ല ഞാൻ പറഞ്ഞത്. കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന് ചെലവില്ലേ? 5-10 വർഷം എന്നൊക്കെ പറയുമ്പോ കണ്ണടച്ച് തുറക്കുമ്പോ അങ്ങ് പോവും. അതിനിപ്പോ നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് കൂട്ടുകാരന്റെ ബിസിനസിന്റെ വളർച്ച കണ്ട് രാജിവെച്ചു. ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി കിട്ടാവുന്ന ഇടത്തുനിന്നൊക്കെ വായ്പയും വാങ്ങി. തുടങ്ങാൻ പോകുന്ന കമ്പനി ഇതുവരെ തുടങ്ങാനും പറ്റിയില്ല. അതിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാ പോരെ? അത് ഈ ആഴ്ച തന്നെ കിട്ടും. നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കുമെന്നാ കേട്ടത്. വേണ്ടായിരുന്നു. ജോലി ഉള്ളപ്പോൾ സ്വസ്ഥതയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള മനസ്സമാധാനവും പോയി. നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കല്ലേ. എല്ലാം ശരിയാകും. ഒന്നും അല്ലെങ്കിലും നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീയും കിടക്കാൻ നോക്ക്. പിന്നെ നാളെ നീയും വരണം. സൊസൈറ്റി ലോണിന്റെ ബാക്കി പൈസ കിട്ടണമെങ്കിൽ നീയും കൂടി ഒപ്പിടണം. പിള്ളേർക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. വന്നിട്ട് വേണം അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. അച്ഛൻ ബിസിനസ് തുടങ്ങാൻ വരുത്തി വെച്ച് കടക്കണിയിൽപ്പെട്ട് ഞങ്ങൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. അമ്മാവൻ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതെ, ഇവരിവിടെ തന്നെ പൊറപ്പിക്കാനാണോ പരിപാടി? ഇവിടെ ഉണ്ടല്ലോ 3 എണ്ണം.
അതുങ്ങളെ പഠിപ്പിക്കാനും ചികിത്സിക്കാനും തന്നെ കാശ് തികയുന്നില്ല. വേറെ ഉണ്ടല്ലോ അമ്മാവന്മാര്, അവരുടെ അടുത്തേക്ക് എങ്ങാനും വിട്ടൂടെ? അതിപ്പോ ഭാനു വാസുവിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണല്ലോ. നമ്മുടെ ജാതിക്കാരനെ അല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ഇവരോട് താല്പര്യമില്ല എന്ന് വിചാരിച്ച് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? വല്ല അനാഥാലയത്തിനും ഉണ്ടാക്കും മനുഷ്യ. വെറുതെ കാര്യമില്ലാത്ത ഓരോന്ന് ചെയ്തു വെക്കും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും തുണി കഴുകി കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും എനിക്ക് പറ്റത്തില്ല. ഉടനെ ഒരു തീരുമാനം എടുക്കണം. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്ക് ഓരോന്ന് വന്ന് കേറിക്കോളും. എന്തായി ഡോക്ടർ? കുട്ടി എന്തെങ്കിലും കഠിനമായി ജോലി ചെയ്തിരുന്നോ? ഇല്ല. അതേസമയം വെയിലത്ത് നിന്ന് കളിക്കുകയോ മറ്റോ? ഇല്ല ഡോക്ടർ, അപ്പോഴേ ഇറങ്ങിയുള്ളൂ എന്നാ കുട്ടികൾ പറഞ്ഞ. എന്തായാലും ഒരു ഫുൾ ചെക്കപ്പ് വേണ്ടി വരും. ഇപ്പോഴത്തെ കാലത്ത് പലതരം രോഗങ്ങളുണ്ടല്ലോ. ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സ നടത്തുന്നതാണ് നല്ലത്. കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, വാർഡിലേക്ക് മാറ്റാം. എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് ടെസ്റ്റിന് അയക്കണം. റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ വിളിക്കാം. പേടിക്കാനൊന്നുമില്ല, പക്ഷേ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ ഡോക്ടറെ പ്രശ്നം? നമുക്ക് ചികിത്സയുണ്ട്. കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ആരംഭമാണ്. കരയല്ല മോനെ, പ്രശ്നമൊന്നുമില്ല. കരയേണ്ടടോ, ഞങ്ങളൊക്കെ ഇല്ലേ. ദൈവത്തോട് പ്രാർത്ഥിക്കും, എല്ലാം ശരിയാണ്. പ്രായം കുറവായതുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അസുഖം മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് പണച്ചെലവുണ്ട്. ടെസ്റ്റിനുള്ള പൈസ തന്നെ ഒപ്പിച്ച് വളരെ ബുദ്ധിമുട്ടിയാ. അച്ഛനമ്മമാരില്ലാത്ത കുട്ടികളാ ഇവര്. എന്റെ ഫീസ് ഞാൻ ഒഴിവാക്കാം, എന്നാലും ഹോസ്പിറ്റൽ ഫീസ് കിട്ടണ്ടേ? 2 ലക്ഷം രൂപ ഉടനെ കെട്ടിവെക്കണം. സമയം വൈകിയാൽ ഞങ്ങൾ എങ്ങനെയാലും ഉണ്ടാക്കിക്കോളാം ഡോക്ടറെ. നിത്യവൃത്തിക്ക് പോലും വകയില്ലായിരുന്ന ഈ 15 വയസ്സുകാരൻ എവിടെ നിന്നാണ് ഈ 2 ലക്ഷം രൂപ? ചെക്കപ്പുകൾക്ക് തന്നെ ബന്ധുക്കളോടും മറ്റുള്ളവരോടും കൈനീട്ടിയ പൈസ ഒപ്പിച്ചത്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് ഞാൻ പല വ്യക്തികളോടും സംഘടനകളോടും പൈസയ്ക്ക് വേണ്ടി യാചിച്ചു. അവസാനം ചെന്നുപെട്ടത്
ഒരു ക്രിമിനലിൻ്റെ അടുത്ത്. ഒരാളെ കൊന്ന പൈസ തരാമെന്ന് അയാൾ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പെങ്ങളെ രക്ഷിക്കാൻ ഞാൻ വേറെ വഴി കണ്ടില്ല. ഞാനത് ചെയ്തു. പക്ഷെ വിധി അവിടെ എന്നെ തോൽപ്പിച്ചു. പൈസയായിട്ട് ഞാൻ എത്തിയപ്പോഴേക്കും അവള് പോയി കഴിഞ്ഞിരുന്നു. എന്നേക്കുമായി. കൊലപാതകത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. 6 വർഷം ജുവനൈൽ ഹോമിലും ജയിലിലും. വെറുപ്പായിരുന്നു എനിക്ക് സമൂഹത്തോട്. എങ്ങനെയും പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പിന്നെ ആ വഴിയായി സഞ്ചാരം. ഇപ്പോൾ നീ എന്നെ തിരുത്തി. നിന്റെ സ്നേഹം എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റി. ഇനി നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്.